അസീം കുഞ്ഞാലി ഹായ്, സ്നിച്ചു പ്രജു വീട്ടിലെ ഇരു ടീമുകളും ലൈനപ്പ് ചെയ്യുക. कॉलम और फाउंडेशन और दालमिया सीमेंट है आरसीएफ का एक्सपर्ट, जिसकी नैनो बॉन्डिंग टेक्नोलॉजी सीमेंट सेट होने के बाद उसमें कोई गैप नहीं रहने देती और आपका घर बनता है चट्टान सा स्ट्रॉन्ग। दालमिया सीमेंट, आरसीएफ स्ट्रॉन्ग तो घर स्ट्रॉन्ग। मजबूत घर को चाहिए मजबूत आरसीएफ, यानी मजबूत रूफ, कॉलम और फाउंडेशन। और दालमिया सीमेंट है आरसीएफ का एक्सपर्ट, जिसकी नैनो बॉन्डिंग टेक्नोलॉजी सीमेंट सेट होने के बाद उसमें कोई गैप नहीं रहने देती और आपका घर बनता है चट्टान सा स्ट्रॉन्ग। दालमिया सीमेंट, आरसीएफ स्ट्रॉन्ग तो घर स्ट्रॉन्ग। അത് തന്നെ. നിങ്ങൾക്ക് കിട്ടി. എനിക്ക് തോന്നിയ സൗണ്ട് തന്നെ മൊട്ടാരുണ്ട് റിപ്പോർട്ടർ ചാനൽ. ഞാൻ കുറേ നേരം കഴിഞ്ഞ ശേഷം കേട്ടതുകൊണ്ട് ഞാനത് നോക്കിയിരുന്നു. നീ എങ്ങനെ പുള്ളി എങ്ങനെ വന്നിട്ടുണ്ടോ? റജു ഷെയർ ചെയ്തടാ. നീ എവിടെ പോയി കിടക്കായിരുന്നു? എബിൻസ് നോക്കട്ടെ, സാഹചര്യം നോക്കി പറയാം. ഷാഡോസ് കരിയുടെ ലൈനപ്പ് ചെയ്യുക. പ്രിയ കായിക സ്നേഹികൾ, ഫൈനൽ പോരാട്ടത്തിലേക്ക് കടന്നു വന്ന രണ്ട് ചാമ്പ്യൻ ടീമുകൾ നല്ല നിറഞ്ഞൊരു കയ്യടി സമ്മാനിച്ച് ദാൽമിയ ജ്വാല 2024 12 ചാമ്പ്യൻ ടീമുകൾ കേരളത്തിൽ കോർട്ടിൽ ലൈനപ്പ് ചെയ്തിരിക്കുന്ന 14 ചാമ്പ്യൻ പടയാളി വിശിഷ്ട വ്യക്തികൾ പരിചയപ്പെടുന്നു. അനീഷ് ബ്രോ, അത് വേണോ? എൻ്റെ ഇനിയിപ്പോൾ ഞാൻ ഇന്ന് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ചെക്കൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല. അറിയാതെ ജാസൂടി വേണമായിരുന്നു. ജിതീഷ് കൊട്ടക്കൽ, മുത്തുക്ക് എവിടെ ഉണ്ട്? ഇവിടെ സെൻറ്ററിലുണ്ട്, കോർട്ട് സെൻറ്ററിൽ. സനു, അത് തന്നെ ഫൈനലിൽ തീവാർത്ത. പ്രദീപ് ഹായ്. തീപ്പൊരി ഫൈനലായിരിക്കും. കൊണ്ടാട്ടി വന്നല്ല. എപ്പോൾ എത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ട്രെയിൻ കിട്ടി വരണ നേരം. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനലായല്ല. ഫോട്ടോ എടുക്കണം, സമ്മാനം മേടിക്കുന്നതിൻ്റെ. അത് കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിൽ പോകണം. സക്രിയ ഹായ്. എവിൻസ്, അവൻ ഓൺലൈനിൽ നിന്ന് ഹായ് പറഞ്ഞ് കളിക്കാൻ. ഡാൽമിയ ജ്വാല 2024 വടംവലിയുടെ പൊടിമാറും പോരാട്ടത്തിന്റെ കലാശക്കൊട്ട് ഫൈനൽ പോരാട്ടം. 30,001 രൂപയും കനക കിരീടവും കൈപ്പടിയിൽ ഒതുക്കാനുറച്ച് രണ്ട് ടീം. കാലം ഇടറിയാൽ കയ്യൊന്നഴഞ്ഞാൽ 20,000ന്റെ രണ്ടാം സ്ഥാനവുമായി ഈ പടക്കളത്തിൽ നിന്ന് പടിയിറങ്ങി പോകേണ്ടി വരുമെന്ന ബോധത്താലും പിടിമുറുക്കുന്ന 14 കായിക താരങ്ങൾ. ഒരു പുറത്ത് ഈ നാടിന്റെ പ്രിയപ്പെട്ടവരായി പടക്കളം തേടി കടന്നെത്തിയ കോഴിക്കോട് മുക്കത്തിന്റെ മുന്നണി പോരാളി അസ്ലം മോൾ മലപ്പുറം JRP അഡ്മാസ് മുക്കം നീലപ്പട. മറുപുറത്ത് മലപ്പുറത്തുകാരനെ കൂട്ടിച്ചേർത്ത് പിടിച്ച് പടക്കളത്തിലേക്ക് പാലക്കാടിന്റെ പടി കടന്നെത്തിയ പടയാളികൾ ഷാഡോസ് കരിയോട് പാലക്കാട്. പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാടിന്റെ പടിത്തട്ടിൽ നിന്നും കോഴിക്കോടിന്റെ ഊശ്വര ഭൂമിയിലേക്ക് വണ്ടി കയറിയ കളിക്കൂട്ടുകാർ തമ്മിലുള്ള തേരോട്ടം. കരിമ്പാറയും കരിമണ്ടും കാട്ടുവെമ്പാറയും കരിങ്കണ്ണ് തുറന്ന് കടിച്ചു വീഴ്ത്താൻ കാത്തിരിക്കുന്ന കരിമ്പുലി കൂട്ടങ്ങളും കാടടക്കി വാഴുന്ന കാരണ ഭൂമിയിൽ നിന്ന് സാമൂതിരിയുടെ നാട്ടങ്കത്തട്ടിലേക്ക് പടയും പടയാളികളും പടക്കോപ്പുമായി പടക്കെത്തിയ 14 പടക്കുറുപ്പന്മാർ തമ്മിലുള്ള പോരാട്ടം. ഇത് കലാശക്കൊട്ട് ഫൈനൽ. ആരിവിടെ വാഴും ആരിവിടെ വീഴും. JRP വേഴ്സസ് ഷാഡോസ് കരിയോട് പാലക്കാട്. കൈയടിച്ചതിനെ സ്വീകരിച്ചറിയുമോ? കൈയടിച്ച് ആവേശത്തിന്റെ തീരത്തൊക്കെ പോരാട്ടങ്ങളിലൂടെ
ദാൽമിയ ജ്വാല 2024 കലാശക്കൊട്ട് പോരാട്ടത്തിന്റെ രാജസോമാനങ്ങളിലെ കാരി എന്ന ചോദ്യത്തിന് ഉത്തരം തേടി സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ മരണം തൊട്ടുന്ന വീരത്തിനും അടിമതരാത പടമർത്തിക്കറ്റ് ഉറുപ്പിത്തലപ്പുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ മന്ദയമാരെ വെരുതി ചേർന്ന വീരമണിച്ചി തമ്പുരാന്റെയും കുതിരക്കുളമ്പടി കടയിടി കോലങ്ങളായി കടന്നു വന്നവർ മണ്ണാർക്കാട് പാലക്കാട് എന്നാൽ കാഞ്ചനമാലയുടെയും മൊയ്തിയുടെയും അനശ്വര പടയും കണ്ട മുക്കത്തിന്റെ മണ്ണിൽ നിന്നും ചീറിയടിക്കുന്ന കോഴിക്കോട് വിദേശികളെ പോലും അമ്പരപ്പിച്ച് ആകർഷിക്കുന്ന കോഴിക്കോട് മണൽ തരികളിലേക്ക് ആരെന്ന ചോദ്യം ഉയർത്തി 14 ചാമ്പ്യൻ മലയാളികൾ വിട്ടുകൊടുക്കാത്തൊരു പോരാട്ട വീര്യവുമായി കളിക്കളം 14 ചാമ്പ്യൻ മലയാളികൾ മംഗലാകുമ്പ കണ്ണനും പാമ്പാടി ശിവരാജുവും കുളശ്ശേരി പാർത്തനും സാക്ഷാൽ തെച്ചിക്കൊണ്ടുകാവ് രാമചന്ദ്രനുമെല്ലാം ആനപ്രേമികളുടെ കണ്ണും കരവും കവർക്കുന്ന ഈ കമ്പക്കയിലെ കൊലം കൊമ്പന്മാർ അതാരെന്ന ചോദ്യത്തിന് വീരം വിസ്മയ ജെ ആർ പേടിച്ചു. വിനു ചെറുപാട് ഹായ് വിനു ചേട്ടൻ. SS 1.2 ഇവിടെ കാണിക്കുന്നുണ്ട്. ദേവൻ ബ്രോ എല്ലാവരും സപ്പോർട്ടിന് ഒരായിരുന്നു നന്ദി. അലക്സുട്ടി ഹായ്. സിഡിച്ചൻ ഹായ്. എല്ലാവരും നല്ല ഓടാണ്ട് നല്ല മത്സരങ്ങളായിരുന്നു. കൈയടിച്ചെന്നെ സ്വീകരിച്ച് ആദ്യ സെറ്റ് മത്സരം ഒരു ആവേശ പോരാട്ടത്തിലൂടെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റി കോഴിക്കോടിന്റെ കാലാൾപ്പട നീലപ്പടയാളികൾ അസ്ലമോൾ മലപ്പുറം JRP അഡ്മാസ് മുക്കം. എന്നാൽ മറുപുറത്ത് സ്റ്റെഫിനൻ നദിനായകന്റെ തന്ത്രമന്ത്രങ്ങളാൽ മെനഞ്ഞെടുത്ത തന്ത്രക്കൂട്ടങ്ങളുമായി എതിരാളികൾക്കൊത്ത പോരാളികളായി രണ്ടാം സെറ്റ് വിജയം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റി കനക കിരീടത്തിലേക്ക് നടന്നു കയറുക എന്ന ലക്ഷ്യത്താൽ ഷാഡോസ് കരിയോട് മണ്ണാർക്കാട് പാലക്കാട് ആവേശമത് അലകടലിരമ്പം പോലെ കായിക പ്രേമികൾക്ക് സമ്മാനിച്ച് കനക കിരീടത്തിന്റെ കമനീയ വേദിയിലേക്ക് നടന്നു കയറുക എന്ന ലക്ഷ്യത്താൽ പേര് കേട്ട പെരുമ പേർന്ന നാട്ടക്കത്തട്ടിൽ നിന്നും കനക കിരീടം ഏറ്റുവാങ്ങി കിരീടവും ചെങ്കോലുമായി രജപുത്രന്മാരായി ഒരു മടക്കയാത്രയ്ക്ക് എത്തിച്ചേർന്നത് ഇതിന്റെ പടയോട്ട വേദിയിലേക്ക് നടന്നു കയറിയ കടന്നൽ പറ്റങ്ങളുടെ കടന്നാക്രമത്തിലേക്ക് കളിയിൽ രണ്ടാം സെറ്റും വിജയവും